ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്താണെന്നല്ലേ, നമുക്കൊരു ചെടിച്ചട്ടിക്കൊക്കെ ഉള്ളിൽ കുറച്ച് മിനിയേച്ചറായിട്ടുള്ള ആക്സസറീസും പിന്നെ കുറച്ച് നല്ല ചെടികളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫെയറി ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ആരും പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുക. പ്ലാന്റ്സ് കളക്ട് ചെയ്യുമ്പോൾ നല്ല വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ പ്ലാന്റ്സ് എല്ലാം സെലക്ട് ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരന്ന ചട്ടിയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ചട്ടിക്കുള്ളിൽ നല്ല മണ്ണൊക്കെ നിറച്ച് വെക്കുക. പിന്നെ ഞാനിവിടെ ഒരു നല്ല ലോങ് ആയിട്ടുള്ള ഒരു മരം പോലെ തോന്നിക്കുന്ന ഒരു ചെടി എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു സൈഡിൽ നമുക്കത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡിൽ നിന്ന് ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ഒരു വരുന്ന രീതിക്കാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം മണ്ണ് കുറച്ച് ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിക്ക് കുറച്ചും കൂടെ മണ്ണ് ആഡ് ചെയ്യുകയാണ്. പിന്നെ പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വെക്കുന്ന പ്ലാന്റ്സ് കുറച്ച് വലുതായിരിക്കുക. അപ്പോൾ പിന്നെ ഫ്രണ്ട് സൈഡിലൊക്കെ വെക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ ടൈപ്പ് പ്ലാന്റ്സ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാൻ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനായിട്ട് ചൂസ് ചെയ്തൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കാൻ നേരം ബാക്ക് സൈഡിലായിട്ട് ഇരിക്കുന്ന രീതിക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നീഡിൽ ഗ്രാസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചെടി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഭാഗത്തായിട്ട് ഒരു വീട് സെറ്റ് ചെയ്യാനും ഇവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ ഇവിടെ നിന്നൊരു അരുവി പോലെ വരുന്ന രീതിക്കുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോസ് നമുക്ക് സംഘടിപ്പിക്കണം. മോസ് എല്ലാവർക്കും അറിയാം, ഈ മതിലിലൊക്കെ ഉണ്ടാകുന്ന പായലാണിത്. അപ്പോൾ അത് നമുക്കൊന്ന് ഫുള്ള് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഗ്രൗണ്ടൊക്കെ ഒന്ന് കവർ ചെയ്യുക. മണ്ണ് കാണാത്ത രീതിക്ക് അത് മൊത്തം ഒന്ന് കവർ ചെയ്ത് വെക്കാൻ. മോസ് നമ്മൾ ഓരോ പീസായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നല്ലപോലെ ഫില്ല് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളമിൽ അപ്പം മണ്ണൊക്കെ നല്ലപോലെ ഉണങ്ങിയിരിക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് മോസ് നല്ലപോലെ സെറ്റാക്കി നിർത്താനായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മോസൊക്കെ ഒന്ന് ഇരുത്തി കൊടുക്കാൻ മണ്ണിലേക്ക് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഇവിടെ ഒരു അരുവി സെറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് താഴത്തേക്കായിട്ട്. പിന്നെ നമുക്ക് മോസിൻ്റെ ഇടയിൽ ഫുള്ള് മോസ് കവർ ചെയ്ത് നിന്നാലും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാറയോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന ഒരു രീതിക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ച് കല്ലുകളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാം. പിന്നെ ആ സൈഡും കൂടി ഞാനൊന്ന് ഔട്ട്ലൈനൊക്കെ ആക്കി മോസ് ഇട്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മോസിൻ്റെ കാര്യം മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സ്, അതായത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് വെക്കാവുന്ന പ്ലാന്റ്സൊക്കെ. അപ്പോൾ പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കളറായിട്ടുള്ളതൊക്കെ നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാണാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരാൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഈ പ്ലാന്റ്സൊക്കെ നല്ല എടുത്ത് കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെയറി ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫെയറി ആയിരിക്കണം, അതായത് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്കെല്ലാം കാണുന്ന രീതിക്ക് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വെക്കുന്ന ആക്സസറീസും കാര്യങ്ങളും ആണെങ്കിലും നല്ല കളർഫുള്ളായിട്ടുള്ളത് വെക്കുക. അടുത്ത് നമുക്ക് കുറച്ച് മിനിയേച്ചറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് അലങ്കരിക്കാം. അപ്പോൾ ഞാൻ ഇത് മുള കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ചെറിയൊരു വീടൊക്കെ ഞാനൊരു മറ്റേ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ കസേരയും ടേബിളും
അപ്പോൾ നമ്മൾ എവിടെയാണ് ഇതിൻ്റെ റൈറ്റ് സ്ഥലം, അതായത് കറക്റ്റ് സ്ഥലം എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് നമ്മൾ നോക്കുക, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുകയല്ല. അപ്പോൾ ഞാനിവിടെ പാലം അവിടെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി ഈ മരത്തിൻ്റെ അടിയിൽ വീട് വരുന്ന രീതിക്കാണ് ഞാൻ ആ വീട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് ആ വീട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള രീതിക്ക് നോക്കിയിട്ട് ആ ഭാഗത്ത് നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. വീടൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ആ ചെറിയ ടേബിളും കസേരയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീടിൻ്റെ താഴ്വാരം എന്നൊക്കെ പറയുന്ന പോലെ താഴത്തോട്ട് വരുന്ന സ്ഥലത്തായിട്ട് നമുക്ക് ആ കസേരയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എല്ലാ ആക്സസറീസ് എല്ലാം ഇങ്ങനെ വെച്ച് നോക്കുക, ഇത് കറക്റ്റ് പ്ലേസ് ആണോ, ഇത് വെക്കാൻ പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ നോക്കിയിട്ട് വെക്കുക. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ റിയൽ ലൈഫിൽ ഒരു ഗാർഡൻ കാണുന്നത് പോലെ തന്നെ വേണം ഈ ഫെയറി ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ഗാർഡനിൽ ചെല്ലുന്നൊരു പ്രതീതി ആവണം, ഇതിലോട്ട് നോക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റൊരു നമുക്ക് നേരിട്ട് കാണുന്നൊരു ഫീല് നമുക്ക് അതിൽ നിന്ന് കിട്ടണം. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് ഇതിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. അപ്പോൾ ഒരുമാതിരി നമ്മൾ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ അരുവി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് സാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കളറൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ അത് ഇടണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇനി വല്ല സിമെൻറ്റൊക്കെ വെച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്ന രീതിക്കൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ മനോഹരമാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഷുഗർ ടൈപ്പ് സാൻഡാണ്, വൈറ്റ് കളറിൽ. അത് വെച്ചിട്ട് അരുവി ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഒരുമാതിരിയൊക്കെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നല്ലപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നടപ്പാതകളിലൊക്കെ ഇതുപോലെ കല്ലൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യുകയാണ്, ഭംഗി കൂട്ടാനായിട്ടാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അധികമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ അരുവീൻ്റെ സൈഡിലൊക്കെ ഞാൻ വെയിൽ കെട്ടിയിട്ടുണ്ട്. അത് ഈ ചുവപ്പും വെള്ളയും പാലത്തിൻ്റെ സൈഡിൽ കാണുന്ന കൈവരി പോലെ തന്നെ ആ സൈഡിലൊക്കെ ഞാൻ വെയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് വരുന്ന ഫോട്ടോയിൽ നിങ്ങൾക്കത് കാണാം, സൈഡിൽ ആ വെയിൽ കെട്ടിയിരിക്കുന്നത്. അതുപോലെയൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഭംഗി കൂടും. അത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.